ശരണാഗതി എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും അതൊരു ദൗർബല്യമായി തോന്നും. എന്നാൽ ശാസ്ത്രം പറയുന്നത് ശരണാഗതി ആത്മാവിൻ്റെ പരമധൈര്യമാണ് എന്നാണ്. ഭക്തിയിൽ സമ്പൂർണമായി ശരണാഗതനായ ഒരാളെ ഹരിഭക്തി വിലാസത്തിൽ 6 ലക്ഷണങ്ങളിലൂടെ വിവരിക്കുന്നു. ആദ്യത്തേത് ആനുകൂലസ്യ സങ്കല്പ, അതായത് ഭഗവാനോടുള്ള ഭക്തിക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും നാം സ്വീകരിക്കണം. രണ്ടാമത്തേത് പ്രാതികൂലസ്യ വർജനം, അതായത് ഭഗവത് സേവനത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭക്തൻ നിരസിക്കണം. ഇതിനെ ത്യാഗമെന്ന് പറയുന്നു. മൂന്നാമത്തേത് യക്ഷിക്ഷക്തി ഇത് വിശ്വാസ, അതായത് എന്ത് സംഭവിച്ചാലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെ സംരക്ഷിക്കും എന്ന അചഞ്ചലമായ വിശ്വാസം ഒരു ഭക്തന് ഉണ്ടായിരിക്കണം. നാലാമത്തേത് ഗോപ്തൃത്വേ പാലനം തഥ, അതായത് ഒരു ഭക്തൻ ഭഗവാനെ തൻ്റെ പരമോന്നതനായ പരിപാലകനായും യജമാനായും സ്വീകരിക്കണം. അഞ്ചാമത്തേത് ആത്മനിക്ഷേപം, അതായത് ഒരാൾ ഒരിക്കലും സ്വതന്ത്രനല്ല, എല്ലാം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ഇഷ്ടത്തിനായി പ്രവർത്തിച്ച് ഭഗവാനിൽ പൂർണ്ണമായും ആത്മസമർപ്പണം ചെയ്യണം. ആറാമത്തേത് കാർപ്പണ്യം, അതായത് ഒരു ഭക്തൻ എപ്പോഴും സൗമ്യനും എളിമയുള്ളവനുമായിരിക്കണം. ആ ആഴത്തിലുള്ള വിനയം കാരണം അവനറിയാം താനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നത് ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ മാത്രമാണെന്ന്. ഇങ്ങനെ ഒരു ജീവാത്മാവ് പൂർണ്ണമായി ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുമ്പോൾ ഭഗവാൻ ആ ജീവാത്മാവിൻ്റെ ഹൃദയത്തിലിരുന്ന് അവന് ഓർമ്മയും ജ്ഞാനവും ബുദ്ധിയും എല്ലാം നൽകുന്നു. ഹരിഭക്തി വിലാസത്തിലും മറ്റു ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്, പൂർണ്ണമായും ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുമ്പോൾ ഭഗവാൻ തന്നെ ആ ജീവാത്മാവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇതുതന്നെയാണ് ശുദ്ധഭക്തിയുടെ ആത്മാവും ശക്തിയും. ഹരേ കൃഷ്ണ.